യുദ്ധത്തിന്റെ ചൂട് പടർന്നു പിടിക്കുമ്പോൾ സഖ്യതകളുടെ തണുപ്പ് പൊളിഞ്ഞു വീഴുകയാണ്. ഒരിക്കൽ പരസ്പരം വിശ്വാസത്തോടെ കൈകോർത്തിരുന്ന ഡൊണാൾഡ് ട്രംപും ജോർജിയ മെലോണിയും ഇന്ന് തുറന്ന വേദിയിൽ ഏറ്റുമുട്ടുകയാണ്. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഈ നയതന്ത്ര പിളർപ്പ് ലോക രാഷ്ട്രീയത്തിലെ പുതിയ വിള്ളലിന്റെ സൂചനയായി മാറുകയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കഴിഞ്ഞു. ഇറാനെതിരായ സൈനിക നീക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരുന്നതിൽ പരാജയപ്പെട്ട മെലോണിക്ക് ധൈര്യമില്ല എന്ന് ട്രംപ് പറഞ്ഞു. മെലോണി അമേരിക്കയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ ഞെട്ടിച്ചുവെന്ന് ട്രംപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്നതിൽ അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരാണോ എന്ന് അദ്ദേഹം പരിഹസിച്ചു. മെലോണിയുമായുള്ള തന്റെ രാഷ്ട്രീയ സഖ്യവും വ്യക്തിപരമായ ആത്മബന്ധവും തകർക്കുന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. മാർപ്പാപ്പയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ ഈ തർക്കം കൂടുതൽ വഷളാക്കി. മാർപ്പാപ്പ തന്റെ ജോലി ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നും അദ്ദേഹം തീവ്ര ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ഈ വാക്കുകൾ അസ്വീകാര്യമാണ് എന്ന് മെലോണി തുറന്നടിച്ചു. രാഷ്ട്രീയ നേതാക്കളുടെ നിർദ്ദേശങ്ങൾ മതനേതാക്കൾ പാലിക്കണമെന്ന നിർബന്ധമുള്ള ഒരു സമൂഹത്തിൽ തനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നും അവർ വ്യക്തമാക്കി. മെലോണിയുടെ വിമർശനത്തിന് മറുപടിയായി മെലോണിയാണ് അസ്വീകാരിയായ വ്യക്തിയെന്ന് ട്രംപ് തിരിച്ചടിച്ചു. ഇറാന്റെ പക്കൽ ആണവായുധമുണ്ടായാൽ അത് 2 മിനിറ്റിനുള്ളിൽ ഇറ്റലിയെ തകർക്കുമെന്നും മെലോണി അതിനെക്കുറിച്ച് ബോധവതിയല്ല എന്നും ട്രംപ് ആരോപിച്ചു.